9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠത്തിലെ 3ാമത്തെ വീഡിയോ ക്ലാസ് ആണിത്. ഇത് മുൻപുള്ള ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ച് കാണേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡിൻ്റെ സൗരയുധ മാതൃക, അതുപോലെ തന്നെ ബോർ മോഡൽ ഓഫ് ആറ്റം, മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, ഇവയൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് പഠിക്കാം. ഇതിലുള്ള പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഉത്തരങ്ങൾ വൃത്തിയായി നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടതാണ്. നമുക്കിതിൽ ഒരു ചോദ്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. വൈ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ? എന്തുകൊണ്ടാണ് ആറ്റം ഉദാസീനമാണ്, വൈദ്യുതപരമായി ന്യൂട്രലാണ് എന്ന് പറയാനുള്ള കാരണം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ജസ്റ്റിഫൈ യുവർ ആൻസർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതായത് ഒരാറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാണ്. അതുകൊണ്ടാണ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണത്തിന് തുല്യം നെഗറ്റീവ് ചാർജും കൂടെ ഉണ്ടെങ്കിൽ അത് ന്യൂട്രലായി പോവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എഴുതാം ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം. സോ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുത്തോ? ബുദ്ധിമുട്ടില്ലല്ലോ പറയാൻ. എങ്ങനെയാണ് പറയുക? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെയും എണ്ണം ആറ്റത്തിൽ തുല്യമായതിനാൽ ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡിൻ്റെ സൗരയുധ മാതൃക നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് റൂദർഫോർഡിൻ്റെ സൗരയുധ മാതൃക? റൂദർഫോർഡ് ആറ്റം മോഡലിനെ ഒരു സോളാർ സിസ്റ്റമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം റിസംബിൾസ് ടു സോളാർ സിസ്റ്റം. അതെങ്ങനെയാണ്? നമ്മൾ നോക്കുക. സൗരയുധത്തിന്, അതായത് സോളാർ സിസ്റ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്, ഒരു സെൻറ്ററുണ്ട്. സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ. സൗരയുധത്തിന് ഒരു കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. ആറ്റം ഓൾസോ ഹാസ് എ സെൻറ്റർ. ആ സെൻറ്റർ നമ്മൾ പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് ആണ്. അപ്പോൾ സൗരയുധത്തിനൊരു കേന്ദ്രമുണ്ട്, ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം, എന്തുകൊണ്ടാണ് സൗരയുധ മാതൃക ആറ്റം മാതൃകയോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ്? സൗരയുധത്തിനൊരു കേന്ദ്രമുണ്ട്, ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ, ആറ്റം ഹാസ് എ സെൻറ്റർ. അടുത്ത നോക്കിയേ, കേന്ദ്രഭാഗത്ത് ഇവിടെ സൂര്യനാണെങ്കിൽ കേന്ദ്രഭാഗത്ത് ഇവിടെ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. സൺ ഈസ് അറ്റ് ദി സെൻറ്റർ ഇൻ ദി സോളാർ സിസ്റ്റം. ന്യൂക്ലിയസ് ഈസ് അറ്റ് ദി സെൻറ്റർ ഇൻ ആൻ ആറ്റം. ഇനി അടുത്തത്, സോളാർ സിസ്റ്റത്തിൽ, സൗരയുധത്തിൽ ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. അതായത് സൂര്യനെ ചുറ്റുന്ന ആ വട്ടത്തിലുള്ള വൃത്താകൃതിയിലുള്ള പാതയ്ക്ക് പറയുന്ന പേരാണ് ഓർബിറ്റ്. ഗ്രഹങ്ങൾ ഓർബിറ്റിലൂടെ സൂര്യനെ ചുറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഇലക്ട്രോണുകൾ ഷെല്ലിലൂടെ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിൽ ചുറ്റി കറങ്ങുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സോളാർ സിസ്റ്റം ഹാസ് എ സെൻറ്റർ, ആറ്റം ഓൾസോ ഹാസ് എ സെൻറ്റർ. സൺ ഈസ് അറ്റ് ദി സെൻറ്റർ, ന്യൂക്ലിയസ് ഈസ് അറ്റ് ദി സെൻറ്റർ. പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ ഇൻ ഓർബിറ്റ്സ്. ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനാണ് നമ്മൾ റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഇറ്റ് ജസ്റ്റ് റിസംബിൾസ് ടു സോളാർ സിസ്റ്റം. ഹിയർ ന്യൂക്ലിയസ് ക്യാൻ ബി കമ്പയർഡ് ടു സൺ, ഇലക്ട്രോൺസ് ക്യാൻ ബി കമ്പയർഡ് ടു പ്ലാനറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് റൂദർഫോർഡ് ആറ്റം മോഡൽ? റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതി എന്തായിരുന്നു?
റൂദർഫോർഡ് ആറ്റം മാതൃകയിൽ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ പരിമിതിയിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പ്രകാരം എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഷുഡ് എവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ് ആസ് ദേ ലോസ് ദെയർ എനർജി വൈൽ റിവോൾവിങ് വിത്ത് ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അതായത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ട് ഇങ്ങനെ ഇലക്ട്രോണുകൾ ചുറ്റുമ്പോൾ അവയ്ക്ക് ഊർജം നഷ്ടമാകുന്നു. ദേ ലോസ് ദെയർ എനർജി, അവയുടെ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രോൺ ഷുഡ് എവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്, ക്രമേണ ന്യൂക്ലിയസിലേക്ക് പതിക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് റൂദർഫോർഡ് ആറ്റം മാതൃകയുടെ പരിമിതി. ഒന്നും കൂടെ ഞാൻ മലയാളത്തിൽ പറയാം. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ചുറ്റുമ്പോൾ, ഇലക്ട്രോണുകൾ ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഊർജം കുറഞ്ഞ് വന്ന് അവസാനം ഈ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യുന്നു? പതിക്കുന്നു. ന്യൂക്ലിയസിലേക്ക് റൂദർഫോർഡ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ന്യൂക്ലിയസിലേക്ക് പതിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇതാണ് റൂദർഫോർഡ് മാതൃകയുടെ പരിമിതി. പിന്നെ ഒന്നുകൂടെ ഇംഗ്ലീഷിൽ പറയാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ പ്രകാരം എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഷുഡ് എവൻച്വലി കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിലേക്ക് ക്രമേണ ഇലക്ട്രോണുകൾ പതിക്കുന്നു. ഇലക്ട്രോണുകൾ ക്രമേണ ന്യൂക്ലിയസിലേക്ക് പതിക്കുന്നു. ആസ് ദേ ലോസ് ദെയർ എനർജി, അവയുടെ ഊർജം നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുമ്പോഴാണ്? വൈൽ റിവോൾവിങ് വിത്ത് ദ ഫീൽഡ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് കറങ്ങുകയാണല്ലോ. അങ്ങനെ കറങ്ങുന്ന സമയത്ത് അവയ്ക്ക് ഊർജം കുറഞ്ഞു വന്നു, ഊർജം നഷ്ടപ്പെട്ടിട്ട് ന്യൂക്ലിയസിലേക്ക് കൊളാപ്സ് ഇൻ ടു ദ ന്യൂക്ലിയസിലേക്ക് പതിക്കുന്നു. പക്ഷേ എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ആറ്റംസ്, ഇങ്ങനെ സംഭവിക്കുന്നില്ല. റൂദർഫോർഡ് ഫെയിൽ ടു ഗീവ് ആൻ എക്സ്പ്ലനേഷൻ ടു ദിസ് ഡൗട്ട് ഓഫ് സയൻറ്റിഫിക് വേൾഡ്. ഇത് റൂദർഫോർഡ് ഇതിനെ എന്തുകൊണ്ടാണ് എന്നത് റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ദിസ് മോഡൽ വാസ് ഡിസ്കാർഡഡ്. അതുകൊണ്ട് ഈ മാതൃക അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? റൂദർഫോർഡിൻ്റെ സൗരയുധ മാതൃകയുടെ പരിമിതി എന്തായിരുന്നു? എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. ഇന്ന് ടെക്സ്റ്റ് ബുക്കും ക്ലാസ്സും കേട്ടതിന് ശേഷം നോട്ടിലേക്ക് എഴുതുക. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ബോർ മോഡൽ ഓഫ് ആറ്റമാണ്. Niels Bohr proposed a new atomic model by giving a better explanation to the Rutherford model. This model is known as Bohr's model. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകി പുതിയൊരു മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ബോർ മോഡലാണ്. ബോർ ആണ്. നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ്. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കുന്നു. അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ദി റിവോൾവിംഗ് പാത്സ് ട്രേസ്ഡ് ബൈ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഓർബിറ്റ്സ്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന സഞ്ചാരപാതയെ ബോർ മോഡൽ അനുസരിച്ച് എന്ത് വിളിക്കാം? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കാം. ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയെ ഓർബിറ്റ് അഥവാ ഷെൽ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദി മെയിൻ ഐഡിയാസ് ഓഫ് ബോർ മോഡൽ? ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? നമുക്ക് ഓരോരോ ആശയമായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആശയം, ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത്, ന്യൂക്ലിയസ് നടുക്കാണ്, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ അഥവാ ഷെല്ലുകളിൽ ആണ്. ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് അൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഫിക്സ്ഡ് പാത്തിലൂടെയാണ് ഇവയെ എന്തു പറയുന്നു? ഓർബിറ്റ്സ് ഓർ
ഷെൽസ്. നമുക്ക് ആ ചിത്രത്തിൽ കാണാം. ന്യൂക്ലിയസ് നടുക്കാണ്, അതിന് ചുറ്റും വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ഷെല്ലുകളിലൂടെ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നു. ഇത് പഠിച്ചെന്ന് തോന്നുന്നു. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്നും പറയും. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ, ഓരോ ഷെല്ലുകളുമുണ്ട്. 1 2 3 4 എന്ന രീതിയിൽ നമുക്ക് 1 2 അത് 3 4 ഈ രീതിയിൽ നമുക്ക് ഷെല്ലുകളുണ്ട്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ട്രോണുകൾക്കൊക്കെ നിശ്ചിത ഊർജമുള്ളത് കൊണ്ട് ഈ ഷെല്ലുകളെ നമുക്ക് എനർജി ലെവൽസ് അല്ലെങ്കിൽ ഊർജ നിലകൾ എന്ന് വിളിക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം, അതായത് ഒരു ഷെല്ലിൽ കാലാകാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺസ് റിവോൾവ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ്, ഒരു പ്രത്യേക ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നിടത്തോളം കാലം ഇറ്റ്സ് എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഊർജം എപ്പോഴും എങ്ങനെയായിരിക്കും? ഊർജം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ, ഷെല്ലുകളിൽ ആണ്. അടുത്തത്, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് പറയും. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ്. അപ്പോൾ ഒരു മൂന്നാമത്തെ പോയിന്റ്, ആസ് ലോങ് ആസ് ആൻ ഇലക്ട്രോൺ റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല, അവ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദി എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. എനർജി ഓഫ് ദ ഷെൽസ് ഇൻക്രീസ്, ഷെല്ലുകളുടെ ഊർജം കൂടുന്നു. എപ്പോഴാണ് കൂടുന്നത്? ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ഷെല്ലിന് പറയുന്ന പേരാണ് കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ല് എൽ ഷെൽ, 3 എം, 4 എൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഞാൻ 2 ഷെല്ലുകൾ എക്സാമ്പിൾ എടുക്കാം. ഒന്നാമത്തെ ഷെല്ലായ കെ, നാലാമത്തെ ഷെല്ലായ എൻ ഷെൽ. ഇതിൽ ഏത് ഷെല്ലിനായിരിക്കും ഊർജം കൂടുതൽ? ദി എനർജി ഓഫ് ദ ഷെൽ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അപ്പോൾ ഏത് ഷെല്ലിനായിരിക്കും? എൻ ഷെല്ലിനായിരിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. The shells around the nucleus can be numbered from near the nucleus as 1 2 3 4 5. അതായത് ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി 1 2 3 4 5 എന്ന് നമ്പർ നൽകിയോ, അല്ലെങ്കിൽ നമുക്ക് ലെറ്റർ ഉപയോഗിക്കാം. ക്യാപിറ്റൽ ലെറ്ററും ആണ് ഉപയോഗിക്കേണ്ടത്, ശ്രദ്ധിക്കുക. KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ 5 ആശയങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തായിരുന്നു? വാട്ട് ആർ ദി മെയിൻ ഐഡിയാസ് ഓഫ് ബോർ മോഡൽ? ഇനി നമ്മൾ പറയുന്നത്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, എല്ലാവരും ഈ ടേബിളിലേക്ക് നോക്കിയേ. ഈ ടേബിളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നെയിം ഓഫ് പാർട്ടിക്കിൾ, കണത്തിൻ്റെ പേര്, ആറ്റത്തിലെ സ്ഥാനം, പൊസിഷൻ ഇൻ ദി ആറ്റം, പിന്നെന്താ, പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്. നോക്കുക, പ്രോട്ടോൺ എവിടെയാണ്? ആറ്റത്തിൻ്റെ പൊസിഷൻ ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എഴുതുക? ന്യൂക്ലിയസിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ഇലക്ട്രോണിനെ കാണപ്പെടുന്നത്, ന്യൂക്ലിയസിന് ചുറ്റും. ന്യൂട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്. ന്യൂട്രോൺ കാണുന്നത് സീൻ ഇൻ ദി ന്യൂക്ലിയസ്. ഇനി നമുക്ക് ഇവിടെ മാസ് ഒന്ന് നോക്കാം. മാസ് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? മാസ് എഴുതിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മാസ്? പ്രോട്ടോണിൻ്റെ മാസ് 1 യൂണിറ്റ് കാണിക്കുന്നുണ്ട്.
അതായത് പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിന് 1 യൂണിറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 യൂണിഫൈഡ് മാസാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്സായിട്ടുള്ള 1 യൂണിഫൈഡ് മാസ്സായിട്ട് എടുത്തിരിക്കുന്നു. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം 1/1837 ആണ്. അത്രയും ചെറിയൊരു വാല്യൂ ആയതുകൊണ്ടാണ് നമ്മളിവിടെ 0 ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് വളരെ ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് ഇവിടെ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രോണിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്രോണിൻ്റെ യൂണിറ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വൽ ആയതുകൊണ്ട് 1 യൂണിഫൈഡ് മാസ് 1 യൂണിറ്റ് എന്ന് തന്നെ കൊടുത്തു. ഇനി നമുക്കിവിടെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which are the fundamental particles whose masses are mainly responsible for the mass of an atom? ആറ്റത്തിൻ്റെ മാസ് പ്രധാനമായും ഏതെല്ലാം കണങ്ങളുടെ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഏതെല്ലാം കണങ്ങളുടെ മാസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാണുള്ളത്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും. ഒരു പ്രോട്ടോണിൻ്റെ വാട്ട് ഇസ് എ മാസ് ഓഫ് പ്രോട്ടോൺ? ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്താണ്? ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വൽ ആണ് അല്ലേ? വാട്ട് അബൌട്ട് ദി മാസ് ഓഫ് ന്യൂട്രോൺ? ന്യൂട്രോണിൻ്റെ മാസും എന്ത് തന്നെയാണ്? 1 യൂണിറ്റ് ആണ്. വാട്ട് ഇസ് എ മാസ് ഓഫ് പ്രോട്ടോൺ? ദാറ്റ് ഈസ് 1 യു എന്ന് നമുക്ക് എഴുതാം. വാട്ട് അബൌട്ട് ദി മാസ് ഓഫ് ന്യൂട്രോൺ? അതും എന്ത് തന്നെയാണ്? 1 യു ആണ്. ന്യൂട്രോണിൻ്റെ മാസ് നമ്മൾ ടേബിളിൽ നിന്ന് അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയേ. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് an atom having 1 proton and 1 neutron? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുള്ള ആറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും? അപ്പോൾ പ്രോട്ടോണിൻ്റെത് 1 യൂണിറ്റ് ആണ്. 1 യൂണിഫൈഡ് മാസാണ്. 1 യു പ്ലസ് ന്യൂട്രോണിൻ്റെത് 1 യു പ്ലസ് 1 യു ദാറ്റ് ഈസ് ഈക്വൽ ടു 2 യൂണിഫൈഡ് മാസ് 2 യു. അങ്ങനെയല്ലേ വരുന്നത്? അടുത്ത ചോദ്യം. 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളുമുള്ള ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുക. 2 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 2 യു. ഒരു പ്രോട്ടോണിൻ്റെ 1 യു ആണ്. 2 പ്രോട്ടോണിൻ്റെ 2 യു. 2 യു പ്ലസ് 2 ന്യൂട്രോണുകളും, അതും ഒരു ന്യൂട്രോണിൻ്റെ 1 യു ആണ്. അപ്പോൾ 2 ന്യൂട്രോൺ. അപ്പോൾ 2 പ്രോട്ടോൺ 2 യു പ്ലസ് 2 ന്യൂട്രോണിൻ്റെ വീണ്ടും 2 യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ എത്ര വരും? 4 യൂണിഫൈഡ് മാസ് 4 യു എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണവും ആറ്റത്തിൻ്റെ മാസും തമ്മിൽ ബന്ധമുണ്ടോ? ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്, ആറ്റത്തിലെ മാസ് എന്ന് പറയുന്നതാണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ മാസ് പ്രധാനമായും ഏതെല്ലാം കണികളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ദി മാസ് നമ്പർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ലെറ്റർ എ. നമുക്കൊരു ചോദ്യം എഴുതാം. വാട്ട് ഈസ് മാസ് നമ്പർ? എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത്? ദി ടോട്ടൽ നമ്പർ ഓഫ് protons and neutrons in an atom is called the mass number. This is represented by the letter A. ഇതിനെ എ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഇതിനെ എ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് അറ്റോമിക് നമ്പർ എന്താണെന്ന് നോക്കാം. ഒരാറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ദി ലെറ്റർ Z ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ ഏതാണ്? Z. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? വിച്ച് ലെറ്റർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി അറ്റോമിക് നമ്പർ? എന്താണ് അറ്റോമിക നമ്പർ? ഇതിനെ ഏത് അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു? ഒരാറ്റത്തിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഇതിനെ Z എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു.
അപ്പോൾ ഒരു ആറ്റത്തിലെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് ഏതെല്ലാം കണങ്ങളുടെ എണ്ണം പറയാൻ കഴിയും? ഇഫ് യു നോ ദി അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം, ദി നമ്പർ ഓഫ് വിച്ച് ഓൾ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഫൗണ്ട്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അറ്റോമിക് നമ്പർ അറിയാം? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറിയാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജായ പ്രോട്ടോണുകളുടെയും നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക് നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അറിയാൻ പറ്റും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാം. അതായത് പ്രോട്ടോണുകളുടെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് തുല്യമാണെന്ത്? ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ പറയാം. മാസ് നമ്പർ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി നമുക്കിതിൽ നിന്നൊക്കെ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാം. ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂട്ടിയതാണല്ലോ. അപ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ. ആ 3 സൂത്രവാക്യം നിങ്ങൾ നന്നായിട്ട് നോട്ട്ബുക്കിലേക്കൊക്കെ നല്ലോണം എഴുതി വെക്കുക. സ്റ്റാറൊക്കെ ഇട്ടിട്ട് അറ്റോമിക് നമ്പർ കാണാനുള്ള സൂത്രവാക്യം. അറ്റോമിക് നമ്പർ, നമ്പർ ഓഫ് പ്രോട്ടോൺ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോണുകളുടെ എണ്ണം സമം ഇലക്ട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ഏതാണ്? ന്യൂട്രോണുകളുടെ എണ്ണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കാണുക? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, എങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് സോഡിയം ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പറൊക്കെ എങ്ങനെയാണ് എഴുതിയിരിക്കണം നോക്കി എല്ലാവരും. ഇവിടെ നിങ്ങൾ സിമ്പിൾസിലേക്ക് നോക്കുക. നമുക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. Na എന്ന് പറഞ്ഞാൽ ആരാണ്? സോഡിയം. ലാറ്റിൻ നെയിം നാട്രിയം. അതിൽ നിന്നാണ് സോഡിയം വന്നിരിക്കുന്നത്. Na എന്നുള്ളതിൽ ഏറ്റവും മുകളിൽ 23 എന്ന് കൊടുത്തിരിക്കുന്നത് മാസ് നമ്പറാണ്. മാസ് നമ്പർ എത്രയാണ് വരുന്നത്? 23. അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 11. അപ്പം നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എഴുതുക? A ഈസ് ഈക്വൽ ടു, A എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ A ആണല്ലോ മാസ് നമ്പറിന്. ക്യാപിറ്റൽ ലെറ്റർ A ഈസ് ഈക്വൽ ടു 23. അപ്പം അറ്റോമിക് നമ്പർ ഏതാണ്? 11 ആണ്, 11 ആണ്. അതേത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതുക? Z. അപ്പം നമുക്ക് മുകളിൽ എഴുതിയിരിക്കുന്നത് മാസ് നമ്പറും താഴെ എഴുതിയിരിക്കുന്നത് അറ്റോമിക് നമ്പറുമാണ്. ഇടതുവശത്താണ് നിങ്ങൾ നോക്കി, ഏത് വശത്താണ്? എന്നെ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ, പ്രതീകം എഴുതി കഴിഞ്ഞാൽ അതിന് ഇടതുവശത്ത് മുകളിലും താഴെയുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് മാസ് നമ്പറും താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? അറ്റോമിക നമ്പറുമാണ്. അപ്പോൾ നമുക്കൊരു ടേബിളുണ്ട്. ടേബിളിലേക്ക് നമുക്ക് നോക്കാം. ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സിമ്പിൾസ്, അതായത് പ്രതീകം, അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ. ഇതിൽ ഞാൻ പ്രോബ്ലം പറയാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ഞാൻ പറയുന്നു ഹൈഡ്രജൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഏതാണ്? താഴെ എഴുതിയിരിക്കുന്നത്, ഇടതുവശത്ത് താഴെ എഴുതിയിരിക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. മാസ് നമ്പർ അതിന് മുകളിൽ എഴുതിയിരിക്കുന്നതാണ്. മാസ് നമ്പർ അപ്പോൾ എന്ത് തന്നെയാണ്? 1 ആണ്. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക നമ്പറാണ്. അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി നോക്കുക എല്ലാവരും. ഇനി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് എന്ത് തന്നെയാണ് വരുന്നത്? 1. ഇനി ന്യൂട്രോൺ കാണുന്ന ഇക്വേഷൻ എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ 1 ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ന്യൂട്രോൺ എന്തായിരിക്കും? 1 - 1 ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹീലിയം 24 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹീലിയം 24 ആണ് അല്ലേ. അതിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന അറ്റോമിക് നമ്പർ 2 ആണ്. മാസ് നമ്പർ ഏതാ വരുന്നത്? മാസ് നമ്പർ 4. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഏതായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ പ്രോട്ടോണും എത്രയായിരിക്കും വരുന്നത്? 2 ആണ്.
ഇനി നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. പ്രോട്ടോൺസും തുല്യമാണ്, അപ്പോൾ 2 തന്നെയാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം, 2 തന്നെയാണ് ഇലക്ട്രോൺസും വരുന്നത്. ഈ ന്യൂട്രോൺസ് എങ്ങനെയാണ് കാണുക? ന്യൂട്രോൺസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണല്ലോ. മാസ് നമ്പർ 4 ആണ്, അറ്റോമിക് നമ്പർ 2 ആണ്. 4 മൈനസ് 2 2. ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ആർഗൺ ഏതാണ്? ആർഗൺ 1814 ആണ്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 18 ആണ്. മാസ് നമ്പർ 40 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം 18. ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്, അത് 18. ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 40 മൈനസ് 18 എത്രയാണ് വരുന്നത്? എല്ലാവരും ചെയ്ത് നോക്കിയേ. ഏത് വരുന്നു? 22. 22. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇത് ബുദ്ധിമുട്ടില്ല. ഈ ടേബിൾ എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇതിന് ശേഷം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം, അതായത് ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യവും ഉത്തരവും ടേബിളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതുക.